അവിടെ സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ്. സ്വർണ്ണക്കൊള്ളയിലെ മൂന്നാമത്തെ അറസ്റ്റാണിത്. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് സുധീഷ് കുമാറിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഇതിപ്പോൾ വളരെ നിർണായകമായ മൂന്നാമത്തെ അറസ്റ്റ്. പോറ്റിക്കും മുരാരി ബാബുവിനും ശേഷം ഇപ്പോൾ സുധീഷ് കുമാർ കൂടി അറസ്റ്റിലാകുമ്പോൾ അത് ദേവസ്വം ബോർഡിൽ ഇതിനുള്ള പങ്ക് കൂടെ അല്ലെങ്കിൽ ആ അംഗങ്ങൾക്കുള്ള പങ്ക് കൂടി വെളിപ്പെടുത്തുന്നു. അത്തരത്തിലുള്ള നിർണായകമായ വിവരങ്ങൾ ലഭിച്ചതായുള്ള സൂചനയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അറസ്റ്റ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം എത്ര നിർണായകമായ ഒരു നീക്കമായിട്ട് ഇത് കാണാം? ഈ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ കൊണ്ടുപോയി സ്വർണം ഉരുക്കിയെടുത്ത കേസിലെ മൂന്നാം പ്രതിയാണ് ഈ സുധീഷ് കുമാർ. ഇയാളാണ് അന്ന് ഈ മുരാരി ബാബു ഇത് സ്വർണം ചെമ്പാക്കി എന്ന് എഴുതിയപ്പോൾ ആ രേഖകളിലെല്ലാം അതേപടി തന്നെ എഴുതുകയും അത് പിന്നീട് ഈ ദേവസ്വം ബോർഡിന് ശുപാർശ ചെയ്യുകയും ചെയ്തത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തു വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ഓഫീസർ ഇയാളാണ് എന്നുള്ളതായിരുന്നു ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് മൂന്നാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ ഇയാളെ ചോദ്യം ചെയ്ത് വരികയായിരുന്നു. രാത്രി വൈകിയും ചോദ്യം ചെയ്യൽ തുടർന്നു. അതിനുശേഷമാണ് ഇയാളുടെ പങ്ക് വ്യക്തമാകുന്ന തെളിവുകൾ വരികയും ഇയാളുടെ മൊഴി അതിനെ സപ്പോർട്ട് ചെയ്ത് വരികയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. വൈകാതെ തന്നെ ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കും. അതിനുശേഷം റാന്നിയിൽ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഉദ്യോഗസ്ഥ തലത്തിലെ രണ്ടാമത്തെ അറസ്റ്റാണ് ഇതെന്ന് പറയേണ്ടി വരും. കാരണം മുരാരി ബാബുവിനെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നു, രണ്ടാമതായി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വെച്ചിരുന്നത് സുധീഷിനെ ആയിരുന്നു. അതിനുശേഷമാണ് അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇയാളുടെ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഏതെല്ലാം ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ അട്ടിമറിക്ക് കൂട്ടുനിന്ന് തുടങ്ങിയ വിവരങ്ങളും ഇയാൾ അന്വേഷണ സംഘത്തോടെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ വരുന്ന മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം മുരാരി ബാബുവും സുധീഷും ഉൾപ്പെടെ 9 ഉദ്യോഗസ്ഥരെയാണ് പ്രതിചേർക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 2 പേരെ മാത്രമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് നിലവിലുള്ള ഉദ്യോഗസ്ഥരെ പല ആളുകളെയും അന്വേഷണ സംഘം വിളിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള നടപടികൾ കടക്കുകയും ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ മുരാരി ബാബുവിനെയും അറസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പ് ഈ അന്വേഷണത്തിൽ ഫീൽ ചെയ്തിരുന്നു. കാരണം എന്തേ മറ്റുള്ളവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തതോ മറ്റ് അറസ്റ്റിലോട്ട് പോകാത്തത് എന്തോന്നുള്ളതോ. അപ്പൊ ഇനി അറസ്റ്റ് കൂടുതൽ കരുതലോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘം തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് പടിപടിയായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് തുടർ ചോദ്യം ചെയ്യലിലേക്ക് വരികയും കേസിലെ മൂന്നാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇനി ആരൊക്കെ എന്നുള്ളതാണ് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.